നമുക്ക് ഈ ആഴ്ച ഏറ്റവും കൂടുതൽ എന്നോട് ചോദിച്ചിരിക്കുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഷാമ്പൂവിനെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പം എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഷാമ്പൂ ആണ് ഞാൻ നിങ്ങളെ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് മാനേജബിൾ ആയിട്ടുള്ള, ടാങ്കിൾ ഫ്രീ ആയിട്ടുള്ള, നല്ല നറിഷ് ചെയ്തിട്ട് നമ്മളുടെ ഹെയർ കിടക്കുന്ന ഒരു ഫ്രിസ് ഫ്രീ ആയിട്ടുള്ളൊരു ഹെയർ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഷാമ്പൂ കണ്ടീഷണറും ഞാനിന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മളുടെ അതുല്യയുടെ കെരാറ്റിൻ വീറ്റ് പ്രോട്ടീൻ ഷാമ്പൂ കണ്ടോ. അതിൻ്റെ തന്നെ കണ്ടീഷണറും ഉണ്ട്. ഇത് വളരെ അധികം നമ്മുടെ ഹെയർ കെയറിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷാമ്പൂവും കണ്ടീഷണറും ആണ്. ഇതിൽ എൻറിച്ച്ഡ് വിത്ത് വെജ് കെരാറ്റിൻ, അതുപോലെ തന്നെ ആൽമണ്ട് ഓയിൽ, റീത്ത, ബ്രഹ്മി, ഫെനുഗ്രീക്ക് ഒക്കെ അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഒരു ഹെയർ ഫാൾ ഇല്ലാണ്ടിരിക്കാനായിട്ടും ഹെയർ ഗ്രോത്തിനൊക്കെ ഒത്തിരി പ്രൊമോട്ട് ചെയ്യണ ഒരു ഷാമ്പൂ ആണ്. പ്ലസ് നമ്മുടെ കണ്ടീഷണറാണ്. ഇതിൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ള പോയിൻറ്റ്സ് എന്ന് വെച്ചാൽ ഇതിൽ പാരാബൻസ്, സൾഫേറ്റ്, സിലിക്കണും, കളറ്, സാൾട്ട് ഇതൊന്നും ആഡഡ് അല്ല. അതുപോലെ തന്നെ നമുക്ക് വിശ്വസിച്ച് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെ സ്മെല്ലെന്ന് പറയുന്നതും വളരെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ലൈറ്റായിട്ടുള്ളൊരു സ്മെല്ല് തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് ഹെയർ നല്ല സ്ട്രെങ്തൻ ആയിട്ടിരിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. നറിഷ്മെൻറ്റ് നമ്മുടെ ഹെയറിന് തരാൻ സഹായിക്കും. ഒപ്പം തന്നെ ഒരു ഷൈനിങ് ആയിട്ടുള്ള ഹെയർ നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു ഷാമ്പൂവുമാണ്, പ്ലസ് ഒരു കണ്ടീഷണറുമാണിത്. ആൾട്ടർനേറ്റീവായിട്ടാണ് കുളിക്കുന്നത്, ഡെയിലി കുളിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇത് 6-7 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മുടെ ഹെയറിൽ കറക്റ്റ് ആ ഒരു ടെക്സ്ചർ നമുക്ക് എന്താണെന്ന് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ 8 ദിവസമാവും. ആ ഒരു നല്ലൊരു ഷൈനിങ്ങും ഇതിൻ്റെ എക്സാക്റ്റ് റിസൾട്ട് കിട്ടുന്ന ഒരു 7 ദിവസമാവും. കാരണം നമ്മൾ ഓൾറെഡി ഏതെങ്കിലും മറ്റേ കെമിക്കൽ ഷാമ്പൂ ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മുടെ ഹെയർ ഓൾമോസ്റ്റ് ഡാമേജ് ഒക്കെ ആയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ റിസൾട്ട് കിട്ടാനായിട്ട് ഒരു 7-8 വാഷ് വേണ്ടി വരും. അതിനുശേഷം നമുക്ക് എക്സാക്റ്റ് റിസൾട്ട് അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് ഓൾ ടൈപ്പ് ഹെയറിൽ യൂസ് ചെയ്യാം, എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷാമ്പൂ ആണ്. ഇന്ന ഹെയർ ടെക്സ്ചർ എന്നൊന്നുമില്ല, എല്ലാ ഹെയറിലും ഇത് നമ്മളിത് എങ്ങനെ യൂസ് ചെയ്യുന്നത് വെച്ചാൽ സിമ്പിളായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. ജസ്റ്റ് നമ്മൾ ഹെയർ വെട്ട് ചെയ്യുക, അതിനുശേഷം നമ്മൾ റിക്വയർഡ് എമൗണ്ട് എടുക്കുക. അപ്പോൾ എൻ്റെ ഹെയർ ആയിരിക്കില്ല നിങ്ങളുടെ ഹെയറിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. നമ്മുടെ ഹെയറിന് എത്ര ലെങ്ത് ഉണ്ടോ ആ ലെങ്ത്തിനനുസരിച്ചുള്ള ഷാമ്പൂ എടുക്കുക. അതിനുശേഷം റൂട്ട് ടു ടിപ്പിൽ നമ്മളിത് അപ്ലൈ ചെയ്യുക. അതിനുശേഷം ഒരു കുറച്ച് കപ്പിൾ ഓഫ് മിനിറ്റ്സ് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ കുറച്ച് മിനിറ്റുകൾ കഴിഞ്ഞിട്ട് നമുക്ക് നോർമൽ വാട്ടറിൽ ഇത് വാഷ് ഔട്ട് ചെയ്യാവുന്നതാണ്. സിമ്പിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. കണ്ടീഷണർ യൂസ് ചെയ്യണം. കണ്ടീഷണർ യൂസ് ചെയ്യാനായിട്ടും സിമ്പിൾ മെത്തേഡാണ്. നമ്മൾ ജസ്റ്റ് ഷാമ്പൂ വാഷ് ചെയ്തതിന് ശേഷം ഹെയറിൽ ഒത്തിരി വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ തോർത്തി കളയുക. ചെറിയൊരു നനവുണ്ടാവണം. അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ആ നനവോട് കൂടിയിട്ട് നമ്മൾ കണ്ടീഷണർ അപ്ലൈ ചെയ്യുക. കണ്ടീഷണർ അപ്ലൈ ചെയ്തിട്ട് അപ്പം തന്നെ വാഷ് ചെയ്യരുത്. എല്ലാവർക്കും പറ്റുന്ന മിസ്റ്റേക്കാണ് അപ്പം തന്നെ വാഷ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടൊരു പ്രയോജനമില്ല കേട്ടോ. നമ്മളിത് അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ സ്കാൽപ്പിലല്ല, നമ്മുടെ സ്കാൽപ്പിൽ നിന്ന് കുറച്ച് മുകളിലായിട്ട് ഫുള്ളിങ്ങനെ അപ്ലൈ ചെയ്ത് നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഒരു 2-3 മിനിറ്റ് നേരം വെയിറ്റ് ചെയ്യുക. അതിനകത്ത് എങ്ങനെ യൂസ് ചെയ്യുന്നതൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം 2-3 മിനിറ്റിന് ശേഷം നമ്മൾ നല്ല വെള്ളത്തിൽ, അതായത് നമ്മൾ ഒഴുകുന്ന വെള്ളത്തിൽ നന്നായിട്ട് കഴുകി നന്നായിട്ട് വാഷ് ചെയ്ത് കളയുക. അപ്പോൾ ഇത് രണ്ടും കൂടെ യൂസ് ചെയ്ത് കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് ആ ഒരു നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ഹെയർ ടെക്സ്ചർ നമുക്ക് കിട്ടും. വളരെ അടിപൊളിയാണ്. ഇതിനകത്ത് വീറ്റ് പ്രോട്ടീനും ഫെനുഗ്രീക്ക് ഒക്കെ നമ്മുടെ മുടിക്ക് വളരാൻ അടിപൊളിയായിട്ടുള്ള സാധനങ്ങളല്ലേ അതൊക്കെ അടങ്ങിയിരിക്കുന്നത്. അതുപോലെ തന്നെ ആൽമണ്ട് ഓയിലൊക്കെ അടങ്ങിയിട്ടുണ്ട്. വളരെ നല്ലൊരു ഷാമ്പൂവും കണ്ടീഷണറുമാണ്. നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളതാണ്. ഞാൻ വാങ്ങാനുള്ള ലിങ്ക് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. വാങ്ങി ട്രൈ ചെയ്തിട്ട് മാത്രം എനിക്ക് കമൻറ്റ് ചെയ്യുക എങ്ങനെയുണ്ടെന്നുള്ളത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റു പുതുമയാർന്ന സബ്ജക്റ്റായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഇറ്റ്സ് മീ.